അപ്പൊ ഈ കാണുന്ന ജനക്കൂട്ടമൊന്നും തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് വന്നല്ല കേട്ടോ. ഇവരെല്ലാം പഴംപൊരിയും ബീഫും ട്രൈ ചെയ്യാൻ വേണ്ടി ദൂരെ നിന്ന് വന്നാണ്. ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. വളരെ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ പഴംപൊരിയും ബീഫും ട്രൈ ചെയ്തത്, കള്ളപ്പവും ട്രൈ ചെയ്തു. നല്ലായിരുന്നു. പഴംപൊരി സൂപ്പറാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ടെക്സ്ചർ അല്ല, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് സാധാരണ നമ്മൾ കാണുന്നേക്കാളും നല്ലതാണ്. വളരെ സ്വാദുള്ള ഭക്ഷണമാണ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുള്ളതാണ്. ഇപ്പോൾ ഓഫീസിൽ റിലേറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്തു, തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ കയറി. നിങ്ങൾ തീർച്ചയായും വന്ന് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ആണ്. ഇവിടുത്തെ ബീഫാണെങ്കിലും ഇവിടുത്തെ നാട്ടുകോഴി, നാടൻ കോഴിക്കറി ഉണ്ട്. പഴംപൊരി തന്നെ വേറൊരു ടെക്സ്ചറാണ്. നമ്മുടെ നാടൻ സ്റ്റൈൽ എന്നൊക്കെ പറയും. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെയല്ല, ടെക്സ്ചറേ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന നല്ല ക്രിസ്പി പഴംപൊരി കേട്ടോ. വാക്കുകൾക്ക് അതീതമാണ് പഴംപൊരി. അതിൻ്റെ തെളിവാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം. പുറത്തുനിന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ ആ ക്രിസ്പിനെസ് കാണാം. ഉള്ളിൽ വളരെ സോഫ്റ്റും. നമ്മൾ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10 കൊലയെങ്കിലും ഇപ്പോൾ പഴം പൊരിച്ചു കഴിഞ്ഞു നമ്മൾ വന്നതിന് ശേഷം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുന്നിൽ കൊല തൂങ്ങുന്നത് കണ്ടില്ലേ. ബീഫും പഴംപൊരിയും 90 രൂപയാണ്. ഞാൻ എപ്പോഴും പഴംപൊരി ബീഫ് ആകുമ്പോൾ ആദ്യം ഒന്നിങ്ങനെ മുക്കിയെടുത്ത് അപ്പോൾ മധുരം എരിവും പാടെയാണ് അങ്ങനെ ആ തിക്ക് ഗ്രേവിയിൽ. ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് പഴംപൊരി ബീഫാണ് പറഞ്ഞിട്ടില്ല. ബീഫിൻ്റെ ചാറ് അടിപൊളി ചാറാണ് ബീഫിൻ്റെ. ഇതാ അങ്ങനെ വാ, വിറകടുപ്പിൽ നല്ല തിളച്ച് മറിഞ്ഞ ബീഫ്. വാ, കുഴപ്പമില്ല. അപ്പോൾ ഈ പഴംപൊരിയും ബീഫും കഴിക്കാൻ വേണ്ടി വന്ന കൂട്ടം താനാ സേന്ത കൂട്ടല്ലേ, രുചിയിൽ മയങ്ങിപ്പോയ കൂട്ടം. നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ബീഫ്. എരിവും മധുരമുണ്ട്. അതിൻ്റെ കൂടെ നല്ല ചൂടും. വാ വാ. അപ്പോൾ മറക്കണ്ട, പാലയിൽ വന്നാൽ ഈ പരിസരത്തൊരു 10-30 കിലോമീറ്റർ നിങ്ങൾ ചുറ്റളവിൽ പോവുകയാണെങ്കിൽ നേരെ അങ്ങോട്ട് വരിക. നല്ല പഴംപൊരിയും ബീഫും കഴിക്കുക. എനി ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. നല്ല ചൂടോടുകൂടി. കാരണം ചൂടോടുകൂടി എന്ന് പറഞ്ഞാൽ വെക്കുന്നത് തികയണ്ടേ, എന്നാലല്ലേ കഴിയണം. പൊരിക്കുന്നത് തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ മറക്കണ്ട, കൂടുതൽ കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക.